ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സർവ ഐശ്വര്യദായകനായ മേനാലി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. സ്വാമി ശരണമയ്യപ്പ. ഞാൻ ഇടതിരിഞ്ഞി മേനാലി ശ്രീ അയ്യപ്പ ക്ഷേത്ര തന്ത്രി പനിങ്ങാട്ട് അരവിന്ദൻ ശാന്തി. ആദരണീയ ഭക്തരെ നമസ്കാരം. സർവ ജീവജാലങ്ങൾക്ക് അധിപനായും ദേവന്മാരിൽ മഹനീയനുമായ എടതിരിഞ്ഞി മേനാലി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്ര സമുച്ചയത്തിലെ ക്ഷേത്രസങ്കല്പം ഗണങ്ങൾക്ക് അധിപനായ വിശ്വാവസു ഭൂഷിത വാസവാനിലാഹ മഹാരാജക സാധ്യാശ്ച രുദ്രാശ്ച ഗണനായക 428 ദേവചൈതന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാഗണപതിയുടെ ശ്രീലകവും സർവദേവ സൈന്യാധിപനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രവും ശക്തിസ്വരൂപിണിയായ ദുർഗാഭഗവതിയും ശിവ സങ്കല്പമായ ഗുരുക്കന്മാരും സർവവ്യാപിയായ വിഷ്ണുവിൻ്റെ സങ്കല്പത്തിൽ ബ്രഹ്മരക്ഷസിൻ്റെ ആലയവും ചേർന്ന ഒരു സമുച്ചയമാണ്. ആ സമുച്ചയത്തിൻ്റെ അധിപനായി സർവരുടെയും രക്ഷകനായി അണരിടുന്ന ശ്രീ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം ചിരപുരാതന കാലം മുതൽക്കേ പ്രശോഭിച്ചും ഭക്തർക്ക് സായുജ്യമേകിക്കൊണ്ടിരുന്നതാണ്. അടുത്ത അവസരത്തിൽ ദേശജനങ്ങൾ ഒത്തുചേർന്ന് മനോഹരമായൊരു ശ്രീകോവിൽ ക്ഷേത്രസങ്കല്പം എന്ന നിലയ്ക്ക് തന്നെ ആധാരപ്രസ്തരക്കുമ്പോൾ പത്മഞ്ച കപടം തഥ നാളോ നപുംസകശിലായാം എന്ന ആപ്തവചനത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ആധാരശില, നിധികുംഭം, പത്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില എന്നീ ഷഡാധാരങ്ങളോടുകൂടി ക്ഷേത്രം എന്ന 26 അംഗങ്ങൾ ചേർന്ന ഒരു മനോഹരമായ ശ്രീകോവിൽ നിന്ന് പുനർനിർമ്മിച്ച് അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൽ പഞ്ചലോക നിർമ്മിതമായി പ്രപഞ്ചകർത്താവായ രൂപത്തിൽ തന്നെയാണ് സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ദ്വിഭുജനായി, അതായത് 2 കൈകളോട് കൂടിയിട്ടുള്ളതാണ് പ്രതിഷ്ഠാവിഗ്രഹം. ശിരസിലാണെങ്കിൽ ജടാചൂടവും പാദം 2 സമം ചേർത്ത് വിശ്രമാസനസ്ഥനായിരിക്കുന്ന പാദങ്ങളും ആ വലത് കാൽമുട്ടിൽ ചിന്മുദ്രയോടുകൂടിയ വലത് കൈയും ചേർത്ത് വെച്ച് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനോടും ഉപദേവന്മാരായ ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ദുർഗാഭഗവതി മുതലായിരിക്കുന്ന ഉപദേവതാ ചൈതന്യങ്ങളോടും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ അഭിലാഷ സംതൃപ്തി വന്ന് കുടുംബജീവിതം സൗഖ്യപ്രദമായും സന്തോഷകരമായും ജീവിച്ചു പോകാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് കഴിയുന്നതാണ്. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. ഒരു ദേശത്തിന് മുഴുവൻ ഐശ്വര്യവും ശാന്തിയും അഭിവൃദ്ധിയും പ്രദാനം ചെയ്ത് ഇരിങ്ങാലക്കുട എടത്തിരിഞ്ഞി മേനാലി എന്ന ഗ്രാമത്തിൽ കുടികൊള്ളുന്ന ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം. ശ്രീനാരായണ പരമഗുരവേ നമാം. മഹാഗണപതയേ നമാം. ക്ഷോണപ്രഭം സോമകലാവതംസം സ്പാണിത്പുരം പഞ്ചചാരേക്ഷുചാപം പ്രാണപ്രിയം നൗമ്യപിനാംഗപാണി കോണത്രയസ്ഥം കുലദൈവതം നാം. നമസ്കാരം. ഞാൻ മേലാനി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി അമർദേവ്. നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് വിശിഷ്ട ക്രിയകളും വിശിഷ്ട ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തെപ്പറ്റിയും ക്ഷേത്ര ആചാരണത്തെപ്പറ്റിയും ഷടാധാര പ്രതിഷ്ഠയെ പറ്റിയുമെല്ലാം നമ്മുടെ തന്ത്രി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമി, ഗണപതി ഭഗവാൻ, സുബ്രഹ്മണ്യസ്വാമി, ശ്രീ ദുർഗാദേവി, അതോടൊപ്പം തന്നെ രക്ഷസ്, ഭുവനേശ്വരി, മുത്തപ്പൻ സങ്കല്പമായിട്ടാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകവും അതുപോലെ തന്നെ കലിയുഗ വരദനായിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇഷ്ടകാര്യസിദ്ധിയും ശനിദോഷവും അകന്നു പോകും. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് മുട്ടറക്കൽ, ഗണപതി ഹോമം, മോദകം, വിശിഷ്ട നിവേദ്യങ്ങൾ, ഇതൊക്കെയാണ് ഗണപതി ഭഗവാന് വഴിപാടുകളായിട്ട് വരുന്നത്. ലോക പരമഗുരുവായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് വിശിഷ്ടമായിട്ടുള്ള അഭിഷേകങ്ങളും അതോടൊപ്പം തന്നെ പൂജാക്രിയകളുമാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു പോകുന്നത്. ദുർഗാദേവിക്ക് വിവാഹ തടസ്സം, അതുപോലെ തന്നെ കുട്ടികൾ, സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനങ്ങൾ ലഭ്യമാകുവാനുമൊക്കെയാണ് നമ്മളുടെ ഭുവനേശ്വരി ദേവി, ദുർഗാദേവി. അതോടൊപ്പം തന്നെ മറ്റുള്ള കലികാല ദോഷങ്ങൾ, ദുരിതങ്ങൾ, ആഭിചാര, തെണ്ടുമുണ്ട മാരണ ദോഷങ്ങളെല്ലാം ദേവാമുത്തപ്പൻ സങ്കല്പികമായിട്ടാണ് ക്രിയകളൊക്കെ തുടർന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും ജ്യോതിഷപ്രകാരമുള്ള പ്രശ്നവും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരവും, ശാശ്വതമായുള്ള പരിഹാരം എന്ന് വെച്ചാൽ തന്ത്രവിധിപ്രകാരമായിട്ടുള്ള ശാശ്വത വഴിപാടുകളും പരിഹാരങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൽ ആചരിച്ചു പോകുന്നുണ്ട്. ഇത്യാദി കാര്യങ്ങളാണ് ഈ മേലാനി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആചരിച്ചു പോകുന്നത്. ഒരുപാട് പേര് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതിനനുസരിച്ചുള്ള കാലാന്തരങ്ങളായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ അനുഭവസിദ്ധിയും യോഗങ്ങളും എല്ലാവരും നമ്മുടെ ക്ഷേത്രത്തിൽ കൈവരിച്ചു വരുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ശാന്തിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം കൂടി നൽകി വാഴുന്നു. പ്രദേശത്തെ സമൂഹ കൂട്ടായ്മയുടെ ഭാഗമായി മനോഹരമായ ശ്രീകോവിലും ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്ര രക്ഷാധികാരി ഷാജി മാഷും സെക്രട്ടറി രാജൻ കിഴക്കൂട്ടും പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനും മറ്റു കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് ഷാജി, ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയാണ് ഞാൻ. കൂടാതെ ഭരണസമിതി അംഗങ്ങളുണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി, ജാൻജി തുടങ്ങിയ അംഗങ്ങളിൽ 11 അംഗങ്ങളുണ്ട്. ഒപ്പം വനിതാ കമ്മിറ്റിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന പുരാതനമായ ക്ഷേത്രമാണ്. അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിനെ പറ്റിയും അതിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയൊക്കെ എൻ്റെ തന്ത്രിയും പ്രധാന ശാന്തിയൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനുവേണ്ടി ഒരു അവസരം ഒരുക്കി തന്നതിന് ക്ഷേത്ര വിഷൻ ചാനലിനോട് ഞങ്ങൾക്കുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പുരാതന ഒരു കുടുംബങ്ങളുടെ ക്ഷേത്രമായിരുന്ന ഈ ക്ഷേത്രം അന്യാധീനപ്പെട്ടു പോകുന്നൊരവസരത്തിലാണ് നാട്ടുകാരുടെ ഒരു 11 അംഗ കമ്മിറ്റി രൂപമെടുക്കുകയും അതിൻ്റെ മേൽനോട്ടത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ അവസരം വരെ എത്തി നിൽക്കുകയാണ്. എങ്കിലും കുറേ ഭാരാരിഷ്ടതകൾ ഇനിയും
നേരിടേണ്ടതായിട്ടുണ്ട്. അത് തരണം ചെയ്യാൻ നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും ഭക്തജനങ്ങളും എല്ലാവരും സഹകരിച്ച് സഹായിച്ചു വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായൊരു സഹകരണം ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ആശീർവാദം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ക്ഷേത്രതന്ത്രി പനങ്ങാട്ട് അരവിന്ദൻ, ക്ഷേത്ര മേൽശാന്തി അമർദേവി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഗണപതി, രക്ഷസ്, ഭുവനേശ്വരി, സുബ്രഹ്മണ്യസ്വാമി, ദുർഗാ ഭഗവതി എന്നീ ഉപദേവതകളും പ്രൗഢിയോടെ സർവ്വ ജീവജാലങ്ങൾക്കും സംരക്ഷകരായി അനുഗ്രഹം നൽകുന്നു. രോഗശാന്തിക്കും പൂർണ്ണ ആരോഗ്യത്തിനും കുടുംബ സൗഭാഗ്യത്തിനും മോക്ഷപ്രാപ്തിക്കും അനേകം വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിച്ചേരുന്നത്. ക്ഷേത്ര ന്യൂസ്, തൃശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.